ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എ ഗൈഡ് ടു ബി ഓർഗനൈസ്ഡ് ഫോർ സ്കൂൾ. അതിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നതാണ് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മൾ ഓർഗനൈസ്ഡും പ്രൊഡക്റ്റീവും ആവാനായിട്ട് വേണ്ടി അറ്റ് സ്കൂൾ ആൻഡ് ആഫ്റ്റർ സ്കൂൾ. അപ്പോൾ നമുക്ക് നേരെ പോയിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നതാണ് കളർ കോഡ് യുവർ സബ്ജക്ട്സ്. അപ്പം നമ്മുടെ സബ്ജക്ട്സ് എല്ലാം നമ്മൾ കളർ കോഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് തന്നെ ഒരു ഓർഗനൈസ്ഡ് ഫീൽ വരും. ഇപ്പോൾ എനിക്ക് മാത്സ് പിങ്ക് ആണ്, സയൻസ് ബ്ലൂ ആണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് കാരണം മാത്സിനുള്ള ഹൈലൈറ്റർ പിങ്ക്, പെന്ന് പിങ്ക് എല്ലാം അങ്ങനെ കളർ കോഡായിട്ട് വെക്കുന്നത് കാരണം എനിക്ക് വളരെ ഈസിയാണ് എല്ലാം കാണാനും എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതെന്നെ ഒരു പ്രൊഡക്റ്റീവ്നെസ്സിലോട്ടും ലീഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നതാണ് നമ്മൾ എപ്പോഴും ഒരു പ്ലാനറോ വീക്ക്ലി പ്ലാനറോ ഡെയിലി പ്ലാനർ എന്തെങ്കിലും പ്ലാനർ നിങ്ങളുടെ കയ്യിലിരിക്കണം. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് സോർട്ട് ചെയ്ത് വെക്കാം. ഇപ്പം നിങ്ങൾ നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് എനിക്ക് എന്താണ് ഇനി ചെയ്യേണ്ടത്, എന്ത് സ്റ്റെപ്പാണ് ഇനി എനിക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പിടികിട്ടും. ഒരു നല്ല കാര്യമാണ് ഈ പ്ലാനർ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങൾ എന്തൊക്കെയാണ് നാളെ ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെ ഓരോരോ ഷെഡ്യൂൾസും ഓരോരോ അസൈൻമെൻറ്റ്സും എല്ലാം നമുക്ക് കറക്റ്റ് ഓർഡറിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ഡ്യൂ ഡേറ്റ്സ് എല്ലാമായിട്ട് റെഡിയാക്കി ഒരു ഫുൾ റെഡി പ്ലാനറായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും, സ്കൂളിൽ ചെന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. സോ ഇറ്റ് വിൽ ബി റിയലി ഈസി ഫോർ യു ഗൈസ് ടു ഓർഗനൈസ് ആൻഡ് പ്ലാൻ യുവർ ഡേ. സോ ഐ റെക്കമെൻഡ് എ വീക്ക്ലി പ്ലാനർ ഓർ എ ഡെയിലി പ്ലാനർ. നമ്മുടെ ടിപ്പ് നമ്പർ 3 ആണ് നമ്മൾ ഒരു കംഫർട്ടബിൾ പ്ലേസ് ഫോർ സ്റ്റഡിയിങ് നമ്മുടെ വീട്ടിൽ തന്നെ വെക്കണം. അപ്പോൾ നമുക്ക് എപ്പോഴും സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും എപ്പോഴും നമുക്ക് ഒരു നല്ല പ്രൊഡക്റ്റീവ്നെസ് ഫീൽ ചെയ്യും. നമ്മൾ ആ ഒരു ക്ലീൻ എസ്തറ്റിക് അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റഡി സ്പേസ് കാണുമ്പോൾ. പിന്നെ നിങ്ങളുടെ സ്റ്റഡി സ്പേസിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും നിയറായിട്ട് മൈ കോർണർ എന്ന് പറഞ്ഞൊരു സ്ഥലവും നിങ്ങൾക്ക് വെക്കാം. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ സ്റ്റഡി ടേബിൾ വെക്കണം. സ്റ്റഡി ടേബിൾ എന്ത് ടൈപ്പ് ഓഫ് സ്റ്റഡി ടേബിൾ വേണമെങ്കിലും വേണം. ചിലപ്പോൾ സ്ട്രെയിറ്റ് സ്റ്റഡി ടേബിൾ ആവാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഡ്രോവറുള്ള സ്റ്റഡി ടേബിൾ ആവാം, അല്ലെങ്കിൽ കുറച്ച് മറ്റേ ബുക്ക് ഷെൽഫ്സ് ഒക്കെ ഉള്ള സ്റ്റഡി ടേബിൾ ആവാം. എന്തായാലും നിങ്ങൾക്ക് ഒരു സ്റ്റഡി ടേബിൾ വേണം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവറോ പൗച്ചസോ പിന്നെ സൈഡിൽ ബാഗൊക്കെ വെക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒരു പ്രൊഡക്റ്റീവ്നെസ് ആയിട്ട് തോന്നും. അപ്പോൾ അതാണ് ഓൾ അബൌട്ട് മൈ ടിപ്പ് നമ്പർ 3. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നതാണ് ഡെയിലി അഫർമേഷൻസ്. അപ്പോൾ ഈ അഫർമേഷൻസ് എന്ന് വെച്ചാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചെറിയ ചെറിയ കോട്ട്സ് ആണ്. അപ്പോൾ കോട്ട്സ് എന്ന് പറയുമ്പോഴേക്കും ഐ എം സ്ട്രോങ്, ഐ എം ബ്യൂട്ടിഫുൾ, ടുഡേ ഈസ് ആൻ അമേസിംഗ് ഡേ, അതൊക്കെ എക്സാമ്പിൾസ് ഓഫ് അഫർമേഷൻസ് ആണ്. ഇത് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്താൽ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ യുവർ ലൈഫ്. ആബ്സല്യൂട്ട്ലി, ഞാനിത് സത്യമായിട്ട് പറയുകയാണ്. നിങ്ങൾ ഡെയിലി അഫർമേഷൻസ് എവറി ഡേ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മില്യൺസ് ഓഫ് ചേഞ്ചസ് വരും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് മോർ പ്രൊഡക്റ്റീവ്നെസ് തോന്നും, മോർ കറേജസ്, മോർ കോൺഫിഡൻസ് വരും. അപ്പം നിങ്ങൾ മോർ ബ്രേവ് ആകും, നിങ്ങൾ മോർ ബോൾഡ് ആകും. അപ്പം നിങ്ങളുടെ ആ ഒരു ഷൈ അങ്ങനെ ചെറുതായിട്ടുള്ള സ്ഥലം നമ്മൾ റിയലി ഹൈ ആയി വരുന്നതാണ് ഈ ഡെയിലി അഫർമേഷൻസ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം ഐ എം സ്ട്രോങ്, ഐ എം ബ്യൂട്ടിഫുൾ, ടുഡേ ഈസ് ആൻ അമേസിംഗ് ഡേ. അതൊക്കെ എക്സാമ്പിൾസ് ഓഫ് ഡെയിലി അഫർമേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അഫർമേഷൻസ് വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ പോക്കറ്റിലോ നിങ്ങളുടെ സ്റ്റഡി ടേബിളിലോ വെക്കാം. അപ്പം നിങ്ങൾ എപ്പോഴാണോ ഇങ്ങനെ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നതോ ബ്ലൂ ആയിട്ടോ സാഡായിട്ടോ ഒക്കെ വരുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ദിസ് ടിപ്പ്. അപ്പോൾ ഗൈസ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.